ട്രിപ്പിന്റെ ഭാഗമായിട്ട് വണ്ടി സ്റ്റിക്കർ ചെയ്യാനും ഗ്രാഫിക്സ് ചെയ്യാനൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ എവിടെയൊക്കെ പോകുന്നു, ട്രിപ്പ് എന്താണെന്നൊക്കെ ഒരു സൈഡിലും ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ചെറിയ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ അവിടെ സ്റ്റിക്കറൊക്കെ കട്ട് ചെയ്യാനായിട്ടൊക്കെ പോയിരിക്കുക. അപ്പോൾ ഞാനിവിടെ വണ്ടി ഇട്ടിട്ട് പോയിട്ട് ഒരു കുറച്ച് പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് വരാമെന്ന് വിചാരിച്ചു. എന്തായാലും ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വ്ളോഗിൽ കാണിക്കാം. ഞാൻ കൊണ്ടുവന്നിട്ടതേ ഉള്ളൂ, അവരത് ഡിസൈൻ ചെയ്യാൻ പോയിട്ടേ ഉള്ളൂ. രാവിലെ അല്ല, ഒരു ഉച്ചയൊക്കെ ആയ സമയത്ത് വണ്ടി ഇവിടെ കൊണ്ടിട്ടിട്ട് പോയതാണ്. അവരപ്പോൾ സ്റ്റിക്കറൊക്കെ കട്ട് ചെയ്ത് ഒട്ടിക്കാനൊക്കെ തുടങ്ങുമ്പോഴത്തേക്ക് വരാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അപ്പോൾ അവരിവിടെ ഒരു സൈഡിലൊക്കെ ഇത്രയും ആയിട്ടുണ്ട്. ഇതിലതൊരു എഴുത്തും ഒക്കെ ഇനി വരാനുണ്ട്. ഇവിടെ മാത്രമല്ല, ഫ്രണ്ടില് ഈ സൈഡില് ഒക്കെ വരാനുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ മാറ്റ്, ഒരു റെഡ് മാറ്റ് ഫിനിഷ് ഒക്കെയാണ് വരുന്നത്. അത് ഞാൻ ഇത് ഒട്ടിച്ചിട്ട് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ബാക്കിലും ഉണ്ട് ഒരു അവിടെ ഒരു റെഡിൻ്റെ കളറ് മാറ്റ്, അത് ഫ്രണ്ടിൽ വരാനുള്ളതാണ്. അപ്പം സൈഡിലും ഒക്കെ ഒട്ടിക്കുന്നുണ്ട്, എഴുത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇനി ഒരു 1 hourൻ്റെ ജോലിയും കൂടെ ബാക്കിയുണ്ട്. ഞങ്ങൾ ഈ ഒരു സമയം ആയപ്പോഴത്തേക്കാണ് വന്നത്. ഉച്ചയ്ക്ക് പോയിട്ട് ഇപ്പോൾ ഒരു 2 hours കഴിഞ്ഞു ഇട്ട് പോയതിന് ശേഷം. നമ്മളതിൻ്റെ മുകളിൽ എഴുത്ത് ഏതാണ്ട് ഒട്ടിച്ച് പകുതിയായിട്ടുണ്ട്. അപ്പോൾ ആ എഴുത്ത് എന്താന്ന് ചോദിച്ചാൽ വൈൽഡ് ട്രാക്ക് എന്നാണ് അതിൻ്റെ മുകളിൽ ഇപ്പം നമ്മളത് ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. വൈൽഡ് ട്രാക്ക് എന്താണെന്ന് എൻ്റെ ഒരു ഐഡിയ അല്ല. വൈൽഡ് ട്രാക്ക് എന്താണെന്ന്, വൈൽഡ് ട്രാക്ക് അത് ഫോർഡിന്റെ റേഞ്ചർ എന്ന് പറഞ്ഞിട്ട് ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ഉണ്ട്. ഇവിടെ ഇല്ല, അതിന്റെ ഒരു അത്യാവശ്യം ഉള്ള മൂവ്മെന്റ് ഉള്ള മോഡലാണ്. അത് അതിനൊരു ലിമിറ്റഡ് എഡിഷൻ മോഡലാണ് ഇടയ്ക്ക് വൈൽഡ് ട്രാക്ക് എന്ന് പറയുന്നത്. ഇതൊരു എക്സാക്ട് ഡിസൈനാണ്. വണ്ടിയുടെ സ്കൂൾ ചെയ്താൽ കിട്ടും. അതിന്റെ വണ്ടിയുടെ സൈഡിലുള്ള സ്റ്റിക്കർ അങ്ങനെ തന്നെയാണ് ഓൾഡ് വൈൽഡ് ട്രാക്ക് എന്ന് പറഞ്ഞാൽ. അതാണ് വൈൽഡ് ട്രാക്ക്. അതെന്റെ ഐഡിയ അല്ല, അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. ഇതേപോലെ ഇവിടെ മാത്രമല്ല, അപ്പുറത്തെ സൈഡിലും ഉണ്ടാകും. ഈ സൈഡിൽ മാത്രമല്ല, അവരത് വൈൽഡ് ട്രാ വരെ ആയിട്ടുള്ളൂ. ബാക്കി ഇങ്ങോട്ട് ഒട്ടിച്ചു വരണം. അത്യാവശ്യം നല്ല പണിയല്ലേ ഇത്. വണ്ടി റാപ്പ് ചെയ്യുന്ന മെറ്റീരിയലില്ലേ, ആ മെറ്റീരിയലാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇത് തന്നെയായിരുന്നു ചെയ്തത്. ഇത് മറ്റേ സ്റ്റിക്കറല്ല, ഈ ഒട്ടിക്കുന്ന സാധാരണഗതിയിൽ ഒട്ടിക്കുന്ന ആ ഒരു സ്റ്റിക്കറല്ല. കാരണം അത് ഒട്ടിച്ചു കഴിഞ്ഞാൽ ബേൺ ആവും, വെയിലൊക്കെ ആവുന്ന സമയത്ത് ബേൺ ആയിട്ട് ഒട്ടിപ്പിടിക്കും. അപ്പം ഇത് ശരിക്കും നമുക്ക് വണ്ടിയുടെ പെയിന്റിനൊന്നും ഒരു ഡാമേജും ഇല്ലാതെ നമുക്ക് ഇളക്കി കളയാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെയായിരുന്നു, ഈ ഒരു മെറ്റീരിയൽ തന്നെയായിരുന്നു നമ്മൾ ചെയ്തത്. നമ്മളെ വൈൽഡ് ട്രാക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്റ്റിക്കർ ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു, പകുതി വരെ ഒട്ടിച്ചിട്ട്. അതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു സൈഡിൽ. ഈ ഒരു സൈഡിൽ ഇതിൻ്റെ താഴെ ഈ ഒരു സ്റ്റിക്കർ, റാപ്പിൻ്റെ ഈ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു. അതിൻ്റെ മുകളിൽ നമ്മൾ വൈൽഡ് ട്രാക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു എഴുത്ത്. അപ്പോൾ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് സൈഡിലേക്കാണ് പോകുന്നത്. ഫ്രണ്ട് പിന്നെ അപ്പുറത്തെ സൈഡ് അതും കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ അലങ്കോലപ്പണികളെല്ലാം കഴിയും. അതിൻ്റെ ബാക്കിലും ഉണ്ട്. അപ്പോൾ ബാക്കിലുള്ളത് ഞാൻ പിന്നെ അത് ഒട്ടിച്ച് വരുമ്പോൾ കാണിക്കാം. അപ്പോൾ അടുത്തത് അവർ കൊണ്ടുപോകുന്നുണ്ട്. ഫ്രണ്ടിലേക്കുള്ള സാധനമാണ്. അതൊരു റെഡ് മാറ്റ് ഫിനിഷ് വരുന്ന ഒരു സ്റ്റിക്കറാണ്. അവരത് ഒട്ടിക്കാൻ പോവാണ്.
ഫ്രണ്ടിലത്തെ റെഡ് ആദ്യത്തെ സ്റ്റിക്കർ ഒട്ടിച്ചു കഴിഞ്ഞായിരുന്നു, ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളുടെ പേരും കൂടി എഴുതുകയാണ്. ഇന്ത്യ ഓൾറെഡി ഒട്ടിച്ചു. ഇനി ഇപ്പോൾ അവർ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത് നേപ്പാളാണ്, ഭൂട്ടാനാണ് ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഒന്നും കൂടി വരാനുണ്ട്, നേപ്പാൾ. ഭൂട്ടാൻ, ഇന്ത്യ ഒട്ടിച്ചു കഴിഞ്ഞു. അടുത്തവര് നേപ്പാൾ ഒട്ടിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഭൂട്ടാൻ, ഇന്ത്യ, നേപ്പാൾ ഫ്രണ്ടിലത്തെ ആ ഒരു റെഡ് സ്റ്റിക്കറും പൂർത്തിയായി കഴിഞ്ഞു. അങ്ങനെ ഫ്രണ്ടും വലതുവശത്തെ ഒരു സൈഡും ഫ്രണ്ടും കഴിഞ്ഞു. ഇനി സൈഡിലും പിന്നെ വലതുവശത്ത് തന്നെ കുറച്ച് എന്താ ലോഗോയുടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രാവശ്യത്തെ യാത്രയ്ക്കുള്ള വണ്ടി റെഡിയാകും. അവര് ഫ്രണ്ടിലത്തെ സ്റ്റിക്കറും സൈഡിലത്തേതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇപ്പൊ സന്ധ്യയായി. ഇപ്പൊ ഞാനിനി വീഡിയോ എടുത്താലും വെളിച്ചം ഒന്നും അധികം കിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും വീട്ടിലേക്ക് പോവാണ്. അവർ ബാക്കി സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചതിന് ശേഷം ഒരു അരമണിക്കൂറത്തെ പരിപാടിയും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡേ ലൈറ്റിൽ വണ്ടിയുടെ ഫുൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുള്ളതെല്ലാം ഞാനൊന്ന് വീഡിയോ എടുത്തിട്ട് മറ്റൊരു വ്ളോഗിൽ ഞാൻ, അല്ലെങ്കിൽ ഈ വ്ളോഗിൽ തന്നെ ഞാൻ കാണിക്കാം. അത് ഡേ ലൈറ്റിൽ എടുത്തിട്ട് കാണിക്കാം. അപ്പോൾ ഇപ്പം ഞാൻ വീട്ടിലേക്ക് വിടുവാണ്. ഇവർ ബാക്കി പണി ചെയ്തിട്ട് ഇവർ ഇവിടെ ഉണ്ട്. അപ്പോൾ അവർ വണ്ടി കൊണ്ടുവരും.